അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തെ ഞെട്ടിച്ച ഒരു വിമാനാപകടം തന്നെയായിരുന്നു. ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിമാനാപകടം തന്നെയാണ് എയർ ഇന്ത്യ വിമാനാപകടം. 260 പേരുടെ ജീവനെടുത്ത വലിയൊരു ദുരന്തം തന്നെയായിരുന്നു രാജ്യത്തിൽ ഉള്ളവർക്ക്. കാരണം അത്രത്തോളം ആഘാതം അതിനുണ്ടായിരുന്നു. 260 പേർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരു അപകടത്തിൽ. വളരെ വേഗമായിരുന്നു അപകടം സംഭവിച്ചത്. ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകമാണ് അപകടം സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും അതൊരു വിവാദമായി കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ഒരു വിമാനാപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ അധികൃതർ അലംഭാവം കാണിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നത്. കാരണം ഈ അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഒരു കുടുംബം ആരോപിക്കുന്നത് അത് തങ്ങളുടെ ബന്ധുക്കൾ ആരോപിക്കുന്ന തങ്ങളുടെ ബന്ധുവിൻ്റേതല്ല ഈ ഒരു മൃതദേഹം എന്നുള്ള തരത്തിൽ അജ്ഞാതനായ മറ്റാരുടെയും മൃതദേഹമാണ് ഇത്തരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള ആരോപണങ്ങളാണ്. വലിയൊരു ഈ പറഞ്ഞതുപോലുള്ള അലംഭാവമാണ് അതിൽ കാട്ടിയിരിക്കുന്നത്. കാരണം DNA ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് അവരവർക്കായിട്ട് അവരവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തത്. പക്ഷേ അതിലൊരു അലംഭാവം കാട്ടി എന്നുള്ള തരത്തിലാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ മറ്റൊരു മൃതദേഹമാണെങ്കിൽ മറ്റു പല ആൾക്കാരുടെ ബോഡി പാർട്സുകൾ ചേർത്ത് വെച്ചാണ് ഇത്തരത്തിൽ പ്രിയപ്പെട്ട ഒരു മൃതദേഹമായിട്ട് അവർക്ക് കൊടുത്തത്. ശരീരാവശിഷ്ടങ്ങൾ ഒന്നിച്ച് ചേർത്താണ് ഒരു ശവപ്പെട്ടിയിൽ വെച്ചിരുന്നത് എന്നുള്ള ആരോപണമുണ്ട്. ഇങ്ങനെ ഒരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെയും. കാരണം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവ നീക്കം ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്നർ വെസ്റ്റ് ലണ്ടൻ കൊറോണറായ ഡോക്ടർ ഫിയോണ വിൽകോക്സ് കുടുംബങ്ങൾ നൽകിയ സാമ്പിളുമായി DNA താരതമ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടനിലും ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ബ്രിട്ടൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ ഒരു ആശങ്കകളൊക്കെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇതുവരെ ഇത്തരത്തിൽ 2 സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് മൃതദേഹം മാറിപ്പോയി എന്നുള്ള തരത്തിലും മറ്റൊന്ന് മറ്റുള്ള ശരീരാവശിഷ്ടങ്ങൾ ചേർത്ത് തുന്നിക്കെട്ടി ശവപ്പെട്ടിയിലാക്കി എന്നുള്ള തരത്തിലുള്ള 2 സംഭവങ്ങളാണ്, സമാനമായ സംഭവങ്ങളാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം വിശദമായി പരിശോധിക്കണമെന്നാണ് ബ്രിട്ടൻ്റെ തീരുമാനം. അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു കടുത്ത ആശങ്കയിൽ തന്നെയാണ്. വിമാനാപകടത്തിൽ മരിച്ച 52 പേർ ബ്രിട്ടീഷ് പൗരത്വം അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരന്മാരാണ്. ഇതിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ളവരുമുണ്ട്. അവരുടെ മൃതദേഹങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് സംസ്കരിച്ചത്. എന്നാൽ ഇവരുടെ 12 പേരുടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയത്. മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എയർ ഇന്ത്യ നൽകും എന്നുള്ള കാര്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഈ ഒരു മൃതദേഹം മാറിപ്പോയതിൻ്റെ കാര്യത്തിൽ പല കുടുംബാംഗങ്ങളും അതീവ ദുഃഖിതരാണ്. നമുക്കറിയാം, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വിമാനാപകടമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്ര അയച്ചവരും അവിടെ ബ്രിട്ടനിൽ കാത്തിരിക്കുന്നവരുമായ ഏറെ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തപ്പെട്ടത് അവരുടെ ജീവനറ്റ ശരീരഭാഗങ്ങൾ മാത്രമാണ്. വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇതൊരു ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ഇത് വീണത്. അവിടെയും ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ പരിക്കും. നിരവധി പേരാണ് അതിലും മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത്രയധികം മരണസംഖ്യ ഉയരാൻ തന്നെ കാരണം. അതിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ളതും വലിയൊരു അതിശയോക്തി ഉതിർക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ ഈ സമയം വരെ ഇത് എങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന് ഒരു തീർപ്പ് ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനേക്കാളും
അപ്പുറം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഏതായാലും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നൊക്കെ ഉള്ള തരത്തിൽ വാർത്തകൾ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കാരണം ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫായിരുന്നു എന്നും അതിൻ്റെ ഒരു ഈ പറഞ്ഞതുപോലെ ഈ പൈലറ്റും സഹ പൈലറ്റും തമ്മിലുള്ള സംഭാഷണമൊക്കെ അത് ഈ പറഞ്ഞതുപോലെ കിട്ടുകയും അതിനകത്ത് ആ സംഭാഷണത്തിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കിയതെന്നുള്ളത്. മറ്റു പൈലറ്റും മിണ്ടാതെ മൗനത്തിലിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പല വാർത്തകളും ഇതിനു മുന്നേ കണ്ടു. അതിലെ അമേരിക്കൻ മാധ്യമങ്ങൾ ഒരുപക്ഷെ അത് മെയിൻ പൈലറ്റിൻ്റെ അലംഭാവം കൊണ്ട് തന്നെയാണ് സംഭവിച്ചതെന്നോ അദ്ദേഹത്തിനെ മനോരോഗിയാക്കിയും ഡിപ്രഷൻ ഉള്ള ഒരു വ്യക്തിയാക്കിയും ഒക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയാണ്, അല്ലെ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള തരത്തിലാണ്, അതിലേക്ക് എത്തുന്ന തരത്തിലാണ് ഒരു വിമാന അപകടത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. എന്നാൽ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുതെന്നും അത് പൈലറ്റിൻ്റെ അശ്രദ്ധ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം എത്രയോ കിലോമീറ്ററുകളോളം വിമാനം പറത്തിയ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സഹ പൈലറ്റും അതുപോലെ തന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഒരിക്കലും ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആക്കില്ല. ഇനി മനഃപൂർവ്വമാണ് എന്നുള്ളത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും അത് പൈലറ്റുമാരുടെ അവരുടെ സംഘടന തന്നെ ഇത്തരത്തിൽ അതിനെ നിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം അത്തരത്തിൽ അവരിലേക്ക് മാത്രം ഒതുങ്ങരുത്. അങ്ങനെ ഒരു പൈലറ്റിൻ്റെ അശ്രദ്ധ എന്ന് അറിയുമ്പോൾ നമുക്കറിയാം ഒരു വാഹനത്തിന് നിയന്ത്രണം മുഴുവനും ഡ്രൈവർക്കാണ്. നാളെ ഒരു ഡ്രൈവർ കാരണമാണ് ഇത്തരത്തിലുണ്ടാകുന്നത്. നമുക്ക് ആക്സിഡൻ്റലി പറ്റുന്ന ചില അപകടങ്ങളുണ്ട്, പക്ഷെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിമാനം പോലുള്ള വാഹനങ്ങൾ, കാരണം കരയിലോ അല്ലെങ്കിൽ ജലത്തിലോ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ആകാശത്തിലൂടെ പറക്കുന്ന അപൂർവമായിട്ടേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവും. പക്ഷേ അതൊരു പൈലറ്റ് മനഃപൂർവ്വം ചെയ്തു എന്നുള്ള തരത്തിലുള്ളൊക്കെ തെറ്റായ പ്രചാരണങ്ങൾ ഒരുപക്ഷെ അവരുടെ സംഘടനയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് തന്നെ വലിയൊരു നാണക്കേടും അല്ലെങ്കിൽ അവർക്കും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന തരത്തിലാണ്. അതുകൊണ്ട് അത് നിഷേധിക്കുക മാത്രമല്ല പ്രതിഷേധിക്കുകയും ചെയ്തു. പൈലറ്റിലേക്ക് കുറ്റം ആരോപിക്കുന്നത് തെറ്റാണെന്നുള്ളതും നമ്മുടെ രാജ്യം ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു, കോടതി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഊർജിതമാക്കി NIA ഉൾപ്പെടെയാണ് ഇത് അന്വേഷിക്കുന്നത്. കാരണം മറ്റേതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടാക്കിയതാണോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എങ്ങും കണ്ടെത്താത്ത ശരിക്കുമുള്ള ഈ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കിയത് എങ്ങനെ എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് വരുന്ന അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ. കാരണം എങ്ങനെ ഇത് സ്വിച്ച് ഓഫ് ആയി ഓട്ടോമാറ്റിക്കലി ഓഫായതാണ്, സാങ്കേതിക തകരാറാണോ എന്നൊക്കെ ഉള്ള തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിനിടയ്ക്കാണ് എയർ ഇന്ത്യയുടെ പല വിമാനങ്ങളും ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലെ എയർ ഇന്ത്യയുടെ ഒരു വിമാനം ഇത്തരത്തിൽ തീ പിടിക്കുകയുണ്ടായി. അപ്പോൾ എയർ ഇന്ത്യ മൊത്തത്തിൽ എയർ ഇന്ത്യയോട് പകയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക തകരാറിൽ ഹാക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവമാണോ എന്നുള്ളതും ഈ പറഞ്ഞോണം അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബോയിങ് കമ്പനി ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ അവർ മാറ്റിപ്പിടിക്കാൻ, അതായത് ഈ മാധ്യമങ്ങളിലൂടെ തന്നെ പൈലറ്റിലേക്ക് കുറ്റം ആരോപിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് ഇന്ത്യ നടത്തുന്നത്. കാരണം എയർ ഇന്ത്യ എല്ലാ സാധാരണക്കാരായ വ്യക്തികളും എയർ ഇന്ത്യ ആശ്രയിക്കുന്ന, സാധാരണക്കാർ മുതൽ സമ്പന്നർ വരെ ആശ്രയിക്കുന്ന ഒരു വിമാനമാണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ അതും തുച്ഛമായ വില കുറച്ച് തന്നെ നടത്തുന്ന എയർ ഇന്ത്യയെ മോശമാക്കാനോ അല്ലെങ്കിൽ അതിനെ നിലംപരിശാക്കാനോ ഉള്ള മറ്റെന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതും കൂടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിരവധി തവണ എയർ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് കൊണ്ടും ഇത് കൃത്യമായിട്ട് അത് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിമാന അപകടത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്കായി 500 കോടിയുടെ വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആകെ 171 മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന പേരിൽ മുംബൈയിലാണ് ട്രസ്റ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും മരിച്ച കുടുംബാംഗങ്ങൾക്ക് അതായത് 1 കോടി വീതം ധനസഹായം നൽകുമെന്നുള്ളതാണ് ടാറ്റ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് ഉയർന്ന ഉടനെ ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിക്കുകയും 260 പേർ മരിക്കുകയും മെഡിക്കൽ കോളേജിലെ 19 കുട്ടികൾ ഉൾപ്പെടെ 260 പേർ മരിക്കുകയും ചെയ്ത ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ഏതായാലും രാജ്യം കണ്ടതിലെ ഏറ്റവും വലിയ വിമാനാപകടം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ
വലിയൊരു വിമാനാപകടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിലാണ്. എത്ര വിദേശ മാധ്യമങ്ങൾ എത്ര തെറ്റായ പ്രചാരണം നടത്തിയാലും ശരിയായിട്ടുള്ള ദിശയിലേക്ക് തന്നെ അന്വേഷണം ഊർജിതമാക്കുകയും ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ റീകോഡിങ് ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായ വോയിസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എടുത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കിയതാണ് എന്നുള്ള സാങ്കേതിക തകരാറ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനി ഓട്ടോമാറ്റിക്കലി ഓഫായതാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ കമ്പനി, അതായത് എയർ ഇന്ത്യ വിമാനത്തിലെ സാങ്കേതിക തകരാറായിട്ടും എന്നാൽ മനഃപൂർവ്വം ഓഫാക്കിയതാണെങ്കിൽ അത് പൈലറ്റിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഏതായാലും അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നുള്ള സാഹചര്യം ഒക്കെ ഉണ്ട്. അതെങ്ങനെ മാറിപ്പോയി എന്നുള്ളതും അന്വേഷണം ഊർജിതമാക്കണം. കാരണം ഒരിക്കലും അങ്ങനെ മാറിപ്പോകാൻ സാധ്യതയില്ല. കാരണം ഓരോരുത്തരുടെയും DNA പരിശോധനകൾ ചെയ്തതിന് ശേഷമാണ് അത് അവരവരുടെ ബന്ധുമിത്രാദികൾക്ക് ഉൾപ്പെടെ വിട്ടു നൽകിയത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഈ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കേസുകളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ആ രണ്ട് കേസുകളും കൃത്യമായി അന്വേഷിക്കണം. അങ്ങനെ അത് കാരണം അതിൽ ഒരു കൃത്യതയും വ്യക്തതയും വരുത്തണം. കാരണം അത് എങ്ങനെ തുന്നിച്ചേർത്ത് ഒരു മൃതദേഹത്തിലേക്ക് മറ്റ് ശരീരാവശിഷ്ടങ്ങൾ പിടിപ്പിച്ചു എന്നുള്ളതും മറ്റൊന്ന് എങ്ങനെ മൃതദേഹം മാറിപ്പോയി എന്നുള്ളതുമൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത് മോദിയെ അവർ ധരിപ്പിക്കുകയും അത് അന്വേഷണത്തിലേക്ക് നയിക്കുകയും